വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. ഒരു വലിയൊരു ഫീസ്റ്റാണ് ഒരുക്കാൻ പോകുന്നത്. പക്ഷേ എല്ലാ വിഭവങ്ങളും നമുക്ക് ഒറ്റയടിക്ക് ഒരുക്കാൻ ഒക്കെയല്ല, സമയം ഒരു ഇച്ചിരിയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ക്രിസ്മസ് മൂഡ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക മൂഡാണ്. ഇപ്രാവശ്യം ഞാൻ വൈനൊന്നും ഇടുന്നില്ല, വൈനൊക്കെ ഇട്ട് വെച്ചേക്കും, അതിനുള്ള നേരമൊന്നുമില്ല. ഇപ്രാവശ്യം എന്നാണെന്നറിയാമോ, നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു സ്പെഷ്യൽ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. സാധനങ്ങൾ എന്നാന്ന് ആദ്യം എഴുതിയെടുത്തോ, നേരമില്ല, ബുക്കും പേരും വേഗം എടുത്തോ. ഫസ്റ്റ് വേണ്ട എന്നാന്ന് വെച്ചാൽ അത് ഐറ്റം നമ്പർ 1 ആയിട്ട് എഴുതിക്കോണം. അത് നമ്മൾ സാധാരണ മീനിനകത്ത് സ്റ്റഫ് ചെയ്യുമ്പോഴത്തേക്ക് മീനിന് ആദ്യം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനം എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് വേണ്ടിയത്. ഇത് കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞില്ലേലും വെളുത്തുള്ളിയായിട്ടിരുന്നാലും മതി. പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി ഇഞ്ചി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഇച്ചിരി സോയാ സോസ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി നാരങ്ങാനീര്. ഈ നാരങ്ങാനീര് ഇല്ലേൽ ഇച്ചിരി വിനാഗിരി എടുത്തേച്ചാലും മതി. പിന്നെ കുറച്ച് ഉപ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ മീൻ നമ്മുടെ നാടൻ വിഭവമൊന്നും അല്ല, അതുകൊണ്ട് എന്നാന്നോ നമുക്കൊരു വെജിറ്റബിൾ ഓയിലാണ് വേണ്ടിയേ. പിന്നെ വേണ്ടിയത് കുറച്ച് ഉണക്കമുന്തിരിയ, പിന്നെ ഒരു ബ്രെഡ് മേടിച്ച് വെച്ചാൽ അതിന് ഏറ്റവും കുഞ്ഞായിട്ട് അരിയാമെങ്കിൽ ഇതേപോലെ കുറച്ച് സ്ക്വയർ പീസസ് ആയിട്ട് അരിയുമേ. അത് പോയിട്ട് പിന്നെ സ്റ്റഫിങ്ങിനുള്ള സാധനമാണ് ഒരു വലിയ സവോള എടുത്ത് കുഞ്ഞായിട്ട് അരിയണം. നമ്മുടെ പിള്ളേരാണെങ്കിൽ പച്ചക്കറി കഴിക്കാൻ ഒത്തിരി പ്രയാസമാണ്, അതുകൊണ്ട് നമ്മുടെ കൈ കിട്ടുന്ന എന്നൊക്കെ പച്ചക്കറിയാണെന്നോ അതൊക്കെ അരിഞ്ഞു. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ബീൻസ് ഉണ്ട്, പിന്നെ അന്നേരം ഒരു ഇച്ചിരി ക്യാരറ്റ് ഉണ്ട്, കുറച്ച് ക്യാബേജ്, പിന്നെ ഒരു ഇച്ചിരി പച്ചമുളക്, അതും എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണേ. പിന്നെ ഇച്ചിരി മല്ലിയില, ഇച്ചിരി പുതിന ഇല. ഇത് ഇത്രയാ വേണ്ടിയത്. നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സോസ് വേണം, അതായത് ടൊമാറ്റോ സോസ്. പിന്നെ അന്നേൽ ഒരു ഇച്ചിരി പഞ്ചസാര. പിന്നെ വേണ്ടിയത് ഒരു നമ്മുടെ മീൻ അങ്ങോട്ട് മുക്കി വറുക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള മുട്ട. അത് ഇത്രയൊന്നും പറയാൻ ഒക്കുകയില്ല, മീനിൻ്റെ വലുപ്പം അനുസരിച്ച്. പിന്നെ കുറച്ച് റൊട്ടിപ്പൊടി. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് മേടിച്ചേക്കുന്ന മീൻ ഏതാണെന്നോ ഒരു മുഴുത്ത മീൻ തന്നെയാണ് വേണ്ടത്. അത് ഈ ആവോലി ആവാം, അല്ലെങ്കിൽ എന്നാ വട്ടക്കണ്ണി എന്ന് പറയുന്ന മീനാവാം. ഇങ്ങനെ ആവോലി ഷേപ്പിനുള്ള മീനാണ് നല്ലത്. പാര, നല്ല വലിയ പാര കിട്ടുവാന്നേലാതെ. അത് ഞാൻ ഇപ്പം എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് അറിയാവോ? വേണ്ട, ഇതിനെ ഞാൻ മുഴുവനോടെ വൃത്തിയാക്കി വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഈ സ്റ്റഫിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൈഡിൽ ഈ വയറിൻ്റെ ഭാഗം അവിടെയാന്നു ഞാനൊരു വലിയ ഹോളാക്കി ഇട്ടേക്കുന്നത്. കണ്ടോ, ഇതിനകത്ത് ഒത്തിരി സ്റ്റഫിങ് ഒന്നും ചെല്ലുവേല. നമ്മൾ സാധാരണ കോഴിയിലാണ് സ്റ്റഫിങ് ഒക്കെ ചെയ്യുന്നത്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മീനയിലാണ് സ്റ്റഫ് ചെയ്യുന്നത്. മീനായാലും നമ്മൾ വെറുതെ വിടുകയില്ല, മീനിനായാലും പല പല ഡിഷസ്. നമ്മൾ എന്നും മീൻകറിയൊക്കെ കഴിച്ചാൽ എന്നാ വ്യത്യാസം അല്ലേ? അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസ് കുറച്ച് വ്യത്യാസമായിക്കോട്ടെ. അപ്പോൾ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഐറ്റം നമ്പർ 1 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം ഉണ്ടല്ലോ, ഇവിടെ മിക്സിയിലോട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചേച്ച് ആദ്യം നമുക്ക് മീനെ പുരട്ടി വച്ചേച്ച് ബാക്കി സ്റ്റഫിങ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഞാൻ മിക്സി എടുക്കട്ടെ. ഇതിപ്പോൾ എൻ്റെ ഒരു 5 വലിയ വട്ടക്കണ്ണിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അന്നേരം മുഴുത്തതായതുകൊണ്ട് ഇച്ചിരി ഏറെ അരപ്പ് വേണ്ടി വരും. നല്ലോണം മാരിനേറ്റ് ചെയ്യണേ. അതിനകത്തോട്ട് ആദ്യം ഒരു ഇച്ചിരി വെളുത്തുള്ളി ഇട്ടേച്ച്, കുറച്ച് ഇഞ്ചി, എരിവ് കണക്കാക്കി വേണം കുരുമുളക് എടുക്കാനേ. മീനിനും ഇറച്ചിക്കും ഒക്കെ ആന്നേലും ഒരു ഇച്ചിരി ഉപ്പും പുളിയൊന്നും ഇല്ലേലും കൊള്ളുകയില്ല, അതുകൊണ്ട് ഇച്ചിരി എരിവ് വേണമെന്നുണ്ടല്ലോ എടുത്തു. എന്നാൽ ഒത്തിരി എരിവ് ആയി പോകല്ല, കാര്യം നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഡിഷിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയി പോകും. അതുകൊണ്ട് മീഡിയത്തിൽ നിന്ന് നമ്മൾ സാധാരണ എരിവുന്ന ഒരു ഇച്ചിരി കൂടി കൂടുതലാക്കിക്കോ, അത്രയും മതി. പിന്നെ ഒരു ഇച്ചിരി സോയാ സോസ്, ഒരുപാടല്ല, കുറച്ച്, ഏകദേശം ഒരു 3/4 ടീസ്പൂൺ പിടിച്ചോ. അത് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി,
നാരങ്ങാനീരിനെക്കാട്ടിലും കുറച്ചുകൂടെ രുചി വരുന്നത് നമ്മുടെ നാട്ടിലാന്ന് പറയുവാന്നേൽ വിനാഗിരിയാണ്. വിനാഗിരി ഒഴിക്കുന്നതുകൊണ്ട് 2 ഗുണമുണ്ട്. ഇച്ചിരി നമുക്ക് വിനാഗിരി ആയാലും നാരങ്ങാനീര് ഒഴിക്കുന്നതിനും 2 ഗുണം എന്നാന്ന് വെച്ചാൽ മീനിനകത്ത് ഉപ്പ്, എരിവ്, പുളി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇച്ചിരി പുളി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വിനീഗർ അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങാനീര്. ഇത് പോയിട്ട് അതല്ലാതെ നമ്മൾ മീൻ വൃത്തിയാക്കുമ്പോഴത്തേന് ഒരു ഇച്ചിരി വിനീഗർ ഒഴിച്ച് കഴുകുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇച്ചിരി നാരങ്ങാത്തോടും കൂടെ ചേർക്കുവാന്നേൽ അതിൻ്റെ ആ ഉലുമ്പ് മണമൊക്കെ അങ്ങ് മാറുവേ. സാധാ മീൻ വറക്കുന്നതായിരുന്നു ഞാൻ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് അരച്ചേനെ, നല്ല സ്വാദാതിന്. ഇനി ആദ്യം നമുക്ക് മീനയിൽ ഈ അരപ്പ് അങ്ങോട്ട് നല്ലതായിട്ട് പുരട്ടി വെച്ചേച്ചാൽ അടുത്തത് തുടങ്ങാവേ. നേരെ മീനിൽ അരപ്പെല്ലാം നല്ലവണ്ണം അങ്ങ് പിടിക്കും. ഇതിനകത്ത് ഒരു കാര്യം ഇടാൻ മറന്നു പോയിട്ടുണ്ട്. എന്നാന്നോ? ഉപ്പിടാതെ അരച്ചു പോയി. പക്ഷെ എന്നാലും പേടിക്കാനൊന്നുമില്ല, നമ്മൾ മീനെ പുരട്ടിയൊന്നുമില്ലല്ലോ. എൻ്റെ അരപ്പിലോട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ടേച്ചാൽ മതിയേ. അന്നേച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി വെച്ച് ഓരോ മീനയിലായിട്ട് പുരട്ടുക. സാധാരണ നമ്മൾ മീൻ വറക്കുമ്പോൾ പുരട്ടാൻ നേരം നമ്മുടെ ഞാനിപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാനുള്ള സ്ഥലത്തും കൂടെ നല്ലോണം അരപ്പ് തേക്കുവേ. പക്ഷെ ഇപ്രാവശ്യം അവിടെ അത്രയും അരപ്പ് തേക്കണ്ട. ഒരു അകത്തോട്ടേ അരപ്പ് തേക്കരുത്, പുറത്ത് തന്നെ തേക്കാവുള്ളൂ. വയറിൻ്റെ ഭാഗത്ത് ആ പോക്കറ്റ് ഉണ്ടാക്കുമ്പോൾ എന്നിട്ടുണ്ടല്ലോ നല്ലതായിട്ട് ക്ലീൻ ചെയ്യണേ. അതിനകത്ത് ഒട്ടും അഴുക്കൊന്നും ഇരിക്കാനൊക്കത്തില്ല. നല്ല നീറ്റായിട്ട് എന്നാ പറയുക, സോപ്പ് തേച്ച് നല്ല വൃത്തിയായിട്ട് കുളിക്കാന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ആ വയറിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ടിരുന്നാലേ നമ്മളത് ആ സ്റ്റഫിങ് ഒക്കെ ചെയ്തേച്ച് വരുമ്പോഴത്തേക്ക് അത് നീറ്റായിട്ടിരിക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അങ്ങോട്ട് കഴിക്കാൻ തോന്നുകയില്ല. ഇനി മീൻ അവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഇനിയാണോ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് വെക്കാനുള്ള സ്റ്റഫിങ്ങാണ് ഏറ്റവും എളുപ്പമുള്ള പണിയായത്. പക്ഷെ എന്നാൽ ഇച്ചിരി പണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല താനും, അങ്ങനത്തെ ഒരു കളിയാണ് ഇത്. ഇനി എന്നാ വെച്ചാൽ ഇതിനകത്ത് വെക്കാനുള്ള സ്റ്റഫിങ്ങാണ്. അത് ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു ഇച്ചിരി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയല്ല, മുന്തിരിങ്ങ മാത്രമേ വെച്ചിട്ടുള്ളൂ. അണ്ടിപ്പരിപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ ചെയ്തേക്കുന്നത് കുറച്ച് ബ്രെഡും കുറച്ച് മുന്തിരിങ്ങായുമാണ്. അത് നമ്മൾ നെയ്യിലൊന്നും വറുക്കണ്ട, വെജിറ്റബിൾ ഓയിലെ തന്നെ വറുത്ത് കോരി മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ വെജിറ്റബിൾസ് ഇല്ലേ, അത് മൊത്തം ഇതിനകത്തോട്ടിട്ട് നല്ലതായിട്ട് വഴറ്റുക. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. ആദ്യം നമുക്ക് എന്നാ ചെയ്യാം, എണ്ണ ഒഴിച്ചേച്ച് ആദ്യം നമുക്ക് മുന്തിരിങ്ങ ഒന്ന് വറുത്ത് കോരാവേ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഒരു സ്വല്പം ഒഴിച്ചാൽ മതി. എന്നാന്നോ നമുക്കത് എന്നാ പറയുന്നത് ഒരുപാട് എണ്ണയിലിട്ട് വറുത്ത് കോരാനുള്ളതല്ല, അതിനെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് വെച്ചാൽ അതിനകത്തോട്ട് വരുന്ന ബാക്കി എണ്ണയില്ലയോ അത് മാത്രമാണേ നമുക്ക് പച്ചക്കറി ഒന്ന് വാട്ടിയെടുക്കാനേ ഉള്ളൂ. ഇതെല്ലാം കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത്. പിന്നെ എന്നാ വേവാ ഉള്ളത് അല്ലേ? അന്നേരം ഒന്ന് ആവി കയറുമ്പോഴത്തേനേ ഈ പച്ചക്കറി എല്ലാം അങ്ങ് വേവും. വെന്ത് കഴിഞ്ഞേച്ചാൽ അടുത്ത ഒരു പണി ചെയ്യുന്ന ഒരു ഇച്ചിരി പ്രയാസപ്പെട്ട പണി എന്ന് പറയുന്നത്, അതൊന്ന് കൈവാക്ക് എളുപ്പമാക്കുവാന്നേൽ ഏറ്റവും നല്ലൊരു ഡിഷായിരിക്കും ക്രിസ്മസിന് നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി മുന്തിരിങ്ങ ഇടാൻ പോകും. ആദ്യം നെയ്യിൽ ഇടുമ്പോൾ മുന്തിരിങ്ങയ്ക്ക് ഒരു പ്രത്യേക മണമുണ്ട്. പക്ഷേ ഇതിനകത്ത് നെയ്യ് നമുക്ക് വേണ്ട. സീഡ് ഉള്ളതോ അല്ലാത്തതോ ഏതാന്നേലും ഇപ്പോൾ കറുത്ത മുന്തിരിങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല, അല്ല സാധാ മുന്തിരിങ്ങ ആയെങ്കിൽ അങ്ങനെ ആയാലും മതിയേ. ഇത് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിനെ അങ്ങ് കോരുക. ഈ മീനിൻ്റെ ആ വയറിനകത്ത് ഒരുപാട് നമുക്ക് സ്റ്റഫ് ചെയ്യാൻ ഒക്കുകയില്ല, ഒത്തിരി പോകത്തുള്ളൂ. അതുകൊണ്ട് അതനുസരിച്ചുള്ളത് വറുത്തേച്ചാൽ മതി. കുറച്ച് ബ്രെഡ് കൂടെ ഇട്ട്
അതും ഒന്ന് ബ്രൗൺ ആവുന്നത്, അതായത് നമ്മൾ ടൊമാറ്റോ സൂപ്പിനകത്തൊക്കെ ഇടുവല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞാൽ അതും ഇങ്ങനെ കോരാം. ഇത് ഇടിയിരിക്കട്ടെ. ഇനി ബാക്കി വരുന്ന എണ്ണ എന്തോരമാണെന്ന് വെച്ചാൽ അത്ര മതിയേ. അതിനകത്തോട്ട് ആദ്യം നമ്മൾ ഇച്ചിരി സവാള ഇട്ടേച്ച്, ഒത്തിരി വേണ്ട, ഇതിപ്പോൾ ഞാൻ ഒരു മുഴുത്ത സവാള എടുത്തിട്ടുള്ളൂ. ഇത് നല്ലതായിട്ടൊന്ന് വാടണം. ഇതിനകത്താന്നേൽ വേവ് അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് വാടാനോ അല്ലെങ്കിൽ ഇച്ചിരി സ്ട്രിങ് ആവാനോ ചുരുങ്ങാനോ ഉണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. അന്നേരം ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇച്ചിരി നേരം കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൂടെ റോ ടേസ്റ്റ് മാറാനുള്ള 2 കാര്യങ്ങളാണ് ഉള്ളത്. എന്നതാന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണേ. അതുകൊണ്ട് അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഇട്ടേച്ചാൽ മതി രണ്ടും. പിന്നെ ഒരു ഇച്ചിരി പച്ചമുളകും. എരിവ് കണക്കാക്കിയാന്നേ. നമ്മൾ മീനേല ഇച്ചിരി കുരുമുളകും മുളക് പൊടിയും ഒക്കെ പുരട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സ്റ്റഫിങ്ങിനകത്താന്നേലും കുറച്ച് പച്ചമുളക് ഇട്ടേച്ചാൽ മതി. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന പച്ചമുളകിനാന്നേലും അധികം എരിവൊന്നുമില്ലേ, അതുകൊണ്ട് ഇച്ചിരി ഇട്ടിട്ടുണ്ട്. ഇനി ഉള്ളിയുടെ മൂപ്പ് അറിയാമല്ലോ അല്ലേ, അത് വേവാനായിട്ടുള്ള മൂപ്പല്ല, പക്ഷെ എന്നാലും ഒന്ന് വാടി അതൊന്ന് ഇച്ചിരി ട്രാൻസ്പെറൻ്റ് ആവണം, അത്രയും മാത്രമേ ഉള്ളൂ. അതായത് ആ ക്രിസ്പിനെസ് ഒന്ന് മാറി കിട്ടണം. എനിക്ക് ഭയങ്കര ധൃതിയാന്നേ. ഇന്നാന്നേൽ ക്രിസ്മസ് ആയതുകൊണ്ട് എത്രയും ധൃതി കൂട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ നോക്കിയേ, ഉള്ളി ആന്നേൽ ഒരു ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇച്ചിരി ബീൻസ് ഇടുക. ഞാൻ എല്ലാം ഇച്ചിരി ഇച്ചിരി അരിഞ്ഞു വെച്ചിട്ടുള്ളൂ, ഒത്തിരി ഒന്നും അരിയാൻ പോയില്ലേ. മീനിനകത്ത് എന്തോരം കൊള്ളൂ അല്ലേ, അന്നേരം ആ കണക്കിനുള്ളതേ ഞാൻ അരിഞ്ഞിട്ടുള്ളൂ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നൂറ് ക്യാബേജ്, ഇതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പ്, ഒരു ഇച്ചിരി നല്ല മുളക് പൊടി ഇടണം. ഒരു ഇച്ചിരി പുതിന ഇലയും ഒരു ഇച്ചിരി മല്ലിയിലയും. കറിവേപ്പില ഇടാൻ നോക്കിയല്ലോ. ഇനി തീ അങ്ങോട്ട് നല്ലതായിട്ട് കുറച്ച് വെച്ച് നമുക്കൊരു ഇച്ചിരി സോയാ സോസ്, സോയാ സോസ് അല്ല ടൊമാറ്റോ സോസ് ഒരു ഇച്ചിരി ചേർക്കാം. 2 ടേബിൾ സ്പൂണോളം ചേർത്തു. അല്ലെങ്കിൽ ആദ്യമേ ഒരു ഇച്ചിരി ചേർത്ത് വെച്ച് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്താൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ള പഞ്ചസാര, ഒരുപാട് ഇടണ്ട, ഒരു നുള്ള, ജസ്റ്റ് ഒരു കാരമലൈസ് ആവാൻ വേണ്ടി മാത്രം. അതായത് പഞ്ചസാര കരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഓരോരോ ടേസ്റ്റ് ഉണ്ടാവുകയല്ലേ. ആ ഒരു കരിയുന്നതൊരു നല്ല ടേസ്റ്റാന്ന് ഞാൻ പറയുകയല്ല, പക്ഷേ എന്നാലും ചില ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ആ കരിയുന്ന ടേസ്റ്റും ഒരു ഇച്ചിരി നല്ലതാണ്. അതുകൊണ്ട് ഒരു നുള്ള ഇടാവുള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് കൂന കൂട്ടി വെച്ചേച്ച് അതൊന്ന് ആവി കയറണേ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വഴറ്റിയാലൊന്നും അത്രയും അങ്ങോട്ട് വേവുകയില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഒരു ബൗൾ എടുത്തേച്ച് അതിനകത്തോട്ട് മീൻ മുങ്ങാനും വേണ്ടിയിട്ടുള്ള ഒരു പാത്രം, എൻ്റെ ഈ പാത്രത്തിൽ മീൻ മുങ്ങും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക്. അതിനകത്തോട്ട് മുട്ട അടിച്ചു വയ്ക്കാം. അതിനകത്തോട്ട് ഒരു നുള്ള ഉപ്പ്, ഒരു ഇച്ചിരി കുരുമുളക് പൊടി, ഈ മുട്ട അടിച്ചത് ഇവിടെ ഇരിക്കട്ടെ. എന്ന് വെച്ചാൽ നമുക്ക് ഇനി എന്നാന്നറിയോ, വലിയ ഫ്ലെയിമാണ് വേണ്ടേ. അന്നേരം എന്നാ ചെയ്യണം, ആവി കയറാൻ വെച്ച് നമ്മുടെ പച്ചക്കറി ഒന്ന് തുറന്ന് നോക്കാം, അതൊരു ഇച്ചിരിയേലും വെന്തോന്നേ.
അപ്പോൾ ഇത് ഇച്ചിരി കൂടി ഉണ്ട് ഇനി വേവാനായിട്ട്. അന്നേരം ഞാൻ ഇനിയിപ്പോൾ എന്നെ നേരം കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പാൻ എടുത്ത് ഇങ്ങോട്ട് വെച്ചേച്ച്, നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യുന്നൊരു പരിപാടിയാണേ ഇതിന് നേരം കൊടുത്തത് അങ്ങ് വേവട്ടെ. എന്നാൽ നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോണം. ഇതിനകത്ത് നിറച്ച് എണ്ണ, അതായത് നമ്മുടെ മീൻ കോരാനും വേണ്ടിയിട്ടുള്ള എണ്ണ ഇതിനകത്ത് ഒഴിക്കുക. ഇതിനകത്ത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഒന്നും ഉണ്ടാക്കരുത്. ഇത് നാടൻ വിഭവമല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എന്നാ ചെയ്യണം, വെജിറ്റബിൾ ഓയിൽ ഏതായാലും മതി. പിന്നെ മീനിൻ്റെ ഒരു ഭാഗം മാത്രം നിറച്ചങ്ങ് മുങ്ങി കിടന്നേച്ചാൽ മതി. ഒത്തിരി അങ്ങ് മുങ്ങി കിടക്കണ്ട. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്കൊന്ന് ഇച്ചിരി നമ്മുടെയും കൂടെ ഒരു സഹായത്തോടു കൂടി വേണം ഒന്ന് തിരിച്ച് മറിച്ച് നോക്കി ഇടാൻ. അല്ലാതെ നമ്മൾ ഒരു വശം നല്ലതായിട്ട് മുരിഞ്ഞേച്ചാൽ പിന്നെ ഒത്തിരി നേരം കഴിഞ്ഞേച്ചല്ലേ മറിച്ചിടുന്നത്. അതല്ല, നമ്മൾ ഒരു ഇച്ചിരി നേരം ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കിയേക്കണം. നോക്കി അയച്ചാൽ ആ സൈഡൊന്ന് മൊരിഞ്ഞെങ്കിൽ പതുക്കെ ഒന്ന് മറിച്ചിടണം. കാര്യം ആ സൈഡിനകത്ത് നമ്മൾ സ്റ്റഫിങ് ചേർക്കുന്നുണ്ട്. ബീൻസും ക്യാബേജും എല്ലാം നല്ലതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇത് വാടിയാൽ മതി. പിന്നെ അന്നേരം നമ്മുടെ ആ സോസും എല്ലാം നല്ലതായിട്ട് അങ്ങ് ചേർന്നിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്നില്ലേ റൊട്ടിയും മുന്തിരിങ്ങായും, അതും കൂടെ ഇതിനകത്ത് അങ്ങ് ചേർക്കാം. ഒത്തിരി മല്ലിയിലയും പുതിനായിലയും ഒക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് വാങ്ങുന്നതിന് മുമ്പ് കുറച്ചങ്ങ് ചേർത്തേച്ചാൽ മതി. ആദ്യം നമുക്ക് ഈ മീൻ അങ്ങോട്ട് എടുത്തേച്ച് ഇതിൻ്റെ വയറ്റിനകത്തോട്ട് നമ്മുടെ ഈ സ്റ്റഫിങ് ഫുൾ ചേർക്കണം. ഈ മീനിനെ നമ്മൾ മുട്ടയിലോട്ട് മുക്കണം. നമ്മളേതാ കട്ട്ലേറ്റൊക്കെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ കൂട്ട് അതിൻ്റെ അരപ്പൊന്നും അധികം പോവാതെ ഈ നേരം ഉണ്ടെങ്കിൽ നല്ല മീൻ അങ്ങോട്ട് അരച്ച് വരട്ടി വറുത്തെടുത്ത് കഴിക്കാമെന്ന് തോന്നുകയല്ലേ. പക്ഷെ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഈ ഡിഷ് കഴിക്കാൻ ഒക്കിയല്ല. ക്രിസ്മസ് എപ്പോഴും സ്ഥിരം നമ്മൾ ചെയ്യുന്ന കൂട്ടായി പോകും. അതൊക്കെയല്ല, നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു ഇച്ചിരി മെനക്കെടണേ. അന്നേച്ച് ഇത് സ്ട്രെയിറ്റ് എണ്ണയിലേക്ക് സാവധാനം ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാനേ ഒക്കത്തുള്ളൂ. ഇത് കട്ട്ലേറ്റ് മാറി തന്നെ ഞാൻ ആ ഒരു എന്നാ പറയുന്നത് ആ കളറിലാണ് ഞാൻ വറുത്തെടുത്തേ. ഇത് കണ്ടോ, ഇതേപോലെ ഒരു ഫുൾ മീൻ ആക്കി വെച്ച് ഇതിനകത്ത് സ്റ്റഫിങ് ഉണ്ട്. എന്നുവെച്ച് നിറയെ സാലഡും ഒരു കേക്കും ഒരു വൈനും ആണെങ്കിൽ ഒരു ലൈറ്റ് ഡിന്നർ ആവാൻ നല്ലതാണ്. അപ്പാർട്ട് ഫ്രം ക്രിസ്മസ് പറയുവാന്നേൽ ഇങ്ങനെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിന്നറൊക്കെ കഴിക്കാൻ പാടുള്ളൂ എന്നാ. പിന്നെ അങ്ങ് തീരെ വിശപ്പാണെങ്കിൽ ഒരു രണ്ട് റൊട്ടി കഷ്ണം കൂടെ വെച്ചോ. ഇതേപോലെയാണ് നമ്മുടെ സ്റ്റഫ്ഡ് ഫിഷ് വറുത്തെടുക്കേണ്ടത്. സാധാ മീൻ വറുക്കുന്ന കൂടെ ഒന്നും വറുത്തെടുത്തേക്കത്. ഇച്ചിരി മെനക്കേടാണോ എന്ന് ചോദിച്ചാൽ ആന്ന് താനും. ഇനി നമുക്ക് മാറ്റി ലാസ്റ്റ് മീനും ഇതും കൂടെ ഒന്ന് വറുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമേലേ വെക്കാവുള്ളൂ. കാര്യം എന്നാന്നോ, ഈ റൊട്ടിപ്പൊടി പെട്ടെന്ന് അങ്ങ് കയറി മൂക്കുവേ, അന്നേരം മീനൊട്ട് വേവുകയില്ല. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു സ്പെഷ്യലാട്ടോ. എപ്പോഴും നമ്മൾ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ചെയ്യുമ്പോഴത്തേന് ബിരിയാണിയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിരിയാണിയേ അല്ല. ഇതിൻ്റെ കൂട്ടത്തിൽ സെർവ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് യു ക്യാൻ സെർവ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാമോ, ഒരു തേങ്ങാപ്പാൽ ചോറാണ്. ഇനി നെക്സ്റ്റ് ഞാൻ അതിനുള്ള വേണ്ടി ചേരുവകൾ എന്നാന്ന് പറയാം.
നമ്മുടെ മീൻ സെക്ഷൻ തീർന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ചോറിലോട്ട് കയറുവാന്നേ. ഇനി ആ മീനൊന്ന് ചെറിയ തീയെ കിടന്നൊന്ന് അതൊന്ന് മൊരിയട്ടെ. അന്നേരം ഞാൻ ഇതിന് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ നമ്മൾ സാധാ ബിരിയാണിക്ക് ചെയ്യുന്ന കൂട്ട് തന്നെ ഉള്ളൂ. ആദ്യം ഇത് ചെയ്യാനുള്ളത് ഇച്ചിരി നെയ്യേലാന്നേ. പിന്നെ ഒരു ഇച്ചിരി സവാള വേണം. സ്പൈസസ് ആയിട്ട് പട്ട, ഏലക്ക, പിന്നെയാണ് ഇച്ചിരി ഗ്രാമ്പു. ഇനി കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇച്ചിരി പെരിഞ്ജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഏതേലും മതി. പിന്നെ ഒരു ഇച്ചിരി തക്കാളി, ഇച്ചിരി തേങ്ങ തിരുമിയത്, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇച്ചിരി ഉപ്പ്. ഇത് തേങ്ങാപ്പാൽ ചോറായതുകൊണ്ട് നിറച്ച് തേങ്ങാപ്പാൽ വേണം. അരി വേവാനും വേണ്ടിയുള്ള തേങ്ങാപ്പാൽ വേണേ. പിന്നെ ഗാർണിഷ് ചെയ്യാൻ എന്താ നമ്മുടെ കയ്യിലുള്ള മല്ലിയിലയും കറിവേപ്പില വേണ്ട, മല്ലിയിലയും പുതിനയിലയും നിറച്ചിടണം. ഇതും ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ കറിവേപ്പില ഇറക്കുന്ന ഒരു സാധനമേ അല്ല. അപ്പോൾ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അരി ഒന്ന് നെയ്യിൽ വറുത്ത് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുക്കണം. അതാ ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു പാൻ എടുത്ത് വെച്ചാൽ അരി ഒന്ന് വറുക്കാവേ. ഇതിനകത്തോട്ട് പട്ട, കുറച്ച് ഏലക്ക, പിന്നെ കുറച്ച് ഗ്രാമ്പു, അരിക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ്. ഇതൊന്ന് പൊട്ടി വെച്ച് നമുക്ക് അരി അങ്ങോട്ട് വറുക്കാനിടാം. ഇതിനകത്തോട്ട് നമ്മൾ അരിയാണെങ്കിൽ ഞാൻ കഴുകി കുതിർത്ത് വെച്ച അരിയാന്നു, അത് ഇതിനകത്തോട്ട് ഇടണം. ഇപ്പം അരി നല്ലതായിട്ട് മൂത്തേച്ചാൽ അതിങ്ങനെ നമ്മൾ മൂക്കുന്ന പരുവം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിങ്ങനെ പടപടപടപട പെട്ടുപോയി അടിയുന്നത് തന്നെ, അത് തന്നെയാണ് കണക്ക്. അന്നേച്ച് പിന്നെ നമുക്ക് ചെറിയ തീയയിലോട്ട് വെച്ചേച്ച് ഇത് കുറച്ച് വെച്ചോട്ടെ. ഇതിപ്പോൾ കിടകിടകിട പൊട്ടുന്നുണ്ട്. അന്നേരം എന്നാ ചെയ്യണമെന്നറിയാമോ? ഈ നമ്മൾ അരി വേവേണ്ടത് മൊത്തം തേങ്ങാപ്പാലിലാണ്. അതായത് നമ്മൾ അരി വേവിക്കാൻ വേണ്ടി അതിൻ്റെ നികത്ത് വെള്ളം ഒഴിക്കുകയില്ല എന്ന് പറഞ്ഞ കൂട്ട് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ ചോറിന് വേണ്ടിയിട്ടുള്ള ഇച്ചിരി ഉപ്പ് കുറച്ചേ ഞാൻ ഇടത്തുള്ളൂ. എനിക്ക് എപ്പോഴും പേടിയാണ് ഉപ്പ് കൂട്ടാനേ. ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ടാൽ മതിയല്ലോ. നെക്സ്റ്റ് ഒരു പാൻ വെച്ചേച്ച് ഇതേപോലെ ഒരു ഇച്ചിരി നെയ്യ് ഒഴിക്കുക. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിട്ട് അതിനകത്തോട്ട് ഒരു എന്നാ പറയുക, ഒരു പിഞ്ചല്ല, ഒരു ഇച്ചിരി പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂൺ വെച്ചോ, അതും കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി സവാള, ഇതിനകത്ത് ഉള്ളി ഒത്തിരി മൂത്തൊന്നും പോകണ്ട. പക്ഷെ എന്നാൽ ആ ഗ്രേവി വേണം താനും, അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ബ്രൗൺ അയച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ അരി ഒന്ന് തിളച്ച് കഴിഞ്ഞ് അതിനെ ഇനി ഒന്ന് മൂടി വെച്ചേച്ച് ചെറിയ സിമേ വെക്കണം. ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി പകുതി ടൊമാറ്റോ ഇട്ടു. ഈ അരപ്പിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. അരപ്പിനുള്ളത് മാത്രമേ ചേർക്കാവുള്ളൂ, അല്ലാതെ ഈ മൊത്തം ചോറ് കണ്ടുകൊണ്ട് ചേർക്കരുത്. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി മീറ്റ് മസാല. ഇനി ഈ പൊടി ആന്നേലും ഒരു ഇച്ചിരി ഒന്ന് വേവാനുണ്ട്, ആ തക്കാളിയൊക്കെ ആന്നേലും ഒന്ന് മാഷ് ആവാനുണ്ട്. അപ്പം നമ്മുടെ ബാക്കി ഇരിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കുക. അത് ഒത്തിരി ഒന്നും ഇല്ലേല ഒരു ഇച്ചിരി വെള്ളവും ചേർത്താച്ചാലും മതി. എന്നാലും
നമുക്ക് ഈ ഗ്രേവി ഉണ്ടല്ലോ, ആ ഒരു ഗ്രേവി ഇതിനകത്തോട്ട് ചേരാനുള്ള ഗ്രേവിയുടെ ഒരു സ്മൂത്ത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഗ്രേവിക്ക് വേണം. അപ്പോൾ ഈ അടയ്ക്കുന്നതിന് മുന്നേ എന്നാ ചെയ്യണം, കുറച്ച് മല്ലിയില ധാരാളം. കാരണം ഇങ്ങനെ ചെയ്താൽ മതി. തേങ്ങാപ്പാൽ തീർന്നു പോയതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു. എന്നാലും നമുക്ക് ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ ഇതിനകത്ത് തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇനി ഇതുണ്ടല്ലോ, ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേച്ച് ഒന്ന് വേവാൻ വെക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത്. ഇതിനി നല്ലതായിട്ടൊന്ന് പറ്റി അതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ ബിരിയാണി ചേർക്കുന്നതുകൊണ്ട് ലെയറായിട്ട് ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ അത്രയും ചേർക്കുകയല്ല, ഞാൻ ഒരു താഴെ ലെയർ കൊടുത്തേച്ച് മുകളിൽ വൈറ്റ് റൈസ് ആയിട്ട് ചേർത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയല്ലോ. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ 2 ഡിഷ് എന്ന് പറയുന്നത് സ്റ്റഫ്ഡ് ഫിഷും തേങ്ങാപ്പാൽ ചോറുമാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഇന്ന് ഞാൻ അച്ഛന് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് സമയപരിമിതി കൊണ്ട് എന്നാണെന്നറിയാമോ, ഒത്തിരി ഒന്നും ഉണ്ടാക്കാൻ നോക്കുകയില്ല. പക്ഷേ എന്നാലും ഞാൻ നേരം കിട്ടിയപ്പോൾ അച്ഛന് കൊടുക്കാനായിട്ട് ഇതല്ലാതെ ഞാൻ ചെയ്തേക്കുന്ന ഇച്ചിരി മീൻപീര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് ഞണ്ടുകറി വെച്ചിട്ടുണ്ട്, കുറച്ച് ഇറച്ചി ഒലത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു കൊതി വരുന്നില്ലായോ. അതാണ് ഇത്. ഞാൻ എന്തായാലും അച്ഛന് വരുമ്പോഴത്തേക്ക് നല്ല ഫീസ്റ്റായിട്ട് കൊടുക്കാൻ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു കോക്കനട്ട് സൂഫ്ലേ ഉണ്ട്. ഇതെല്ലാം വേണം. എന്ന് വെച്ചാൽ ഫീസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ വരുമ്പോൾ ഒരു നിറവോടുകൂടി വേണ്ടേ നമുക്കെല്ലാം കൊടുക്കാൻ. നിറവോടുകൂടി കൊടുത്താൽ മാത്രം പോരാ. ഇന്ന് മീനിൻ്റെ കളിയായിരുന്നേ ഈ അടുക്കളയ്ക്കകത്ത്. അന്നേരം അച്ഛൻ വരുമ്പോൾ ഉള്ള ഇമ്പ്രഷനും കൂടെ കളയണ്ട. ഞാൻ അടുക്കളയൊന്ന് വൃത്തിയാക്കി ഫുൾ പ്രസൻറ്റേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഉള്ള കറി ഏതൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന്, അതെല്ലാം ഞാൻ ഒരുക്കി വെച്ചേച്ചു. ഇതിൻ്റെ കൂടെ എൻ്റെ മന്ദാരപ്പൂ അപ്പവും കൂടെ ഉണ്ട്. അതിനൊരു ഇച്ചിരി നേരം വേണം. അപ്പോൾ ഒക്കെ ചൂടായിട്ട് വേണ്ടേ ഉണ്ടാക്കാൻ. നമ്മുടെ ക്രിസ്മസ് ഫീസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതല്ലേ നമ്മുടെ ഒരു നിറവ് എന്ന് പറയുന്നത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. അച്ഛന് ക്രിസ്മസ് ഒക്കെ അടുത്ത് ആഘോഷിച്ചു? ക്രിസ്മസിന്റെ സന്തോഷത്തിലാണ് ഒരു കൂടാൻ വേണ്ടി എത്തിയതാണ്. സന്തോഷം അച്ഛോ. അച്ഛോ ഞാനേ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്നാൽ നമ്മളെപ്പോഴും ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ എല്ലാവരോടും പറയുകയല്ലേ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എന്ന്. അന്നേരം നമ്മൾ അല്ലെങ്കിൽ മെറി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ MERRY ക്രിസ്മസ് എന്ന് എഴുതും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സ് ഇട്ടിട്ട് അപ്പോസ്ട്രി ഇട്ടിട്ട് MAS എന്ന് എഴുതും. ഈ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാ അച്ഛാ? അത് ഈ ക്രിസ്തീയ ഉത്സവങ്ങൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രൈസ്റ്റ് എന്ന പേര് ഉപയോഗിക്കാൻ ആഗ്രഹിക്കാതെ വെറുതെ ഒരു എക്സ്മസ് എന്നാക്കുക. ഇപ്പം ക്രിസ്തു എന്ന് പറയുമ്പോൾ ഒരു മതത്തിൻ്റേത് മാത്രമായിട്ട് അങ്ങ് മാറും. ഇപ്പോൾ ഒരു മെറി മൂഡ് കാണിക്കാൻ വേണ്ടി എക്സ്മസ്. ഇപ്പം ക്രൈസ്തവർ ഏറ്റവും കുറഞ്ഞ രാജ്യമാണ് ജപ്പാൻ. ഏറ്റവും വലിയ ആഘോഷം ജപ്പാനിലാണ് ക്രിസ്മസിൻ്റെ, ടോക്കിയോയിലൊക്കെ. അപ്പോൾ അവിടെ അവർ എക്സ്മസ് എന്ന് പറഞ്ഞാണ് ആഘോഷിക്കുക. ക്രിസ്മസ് ആണെന്നറിയാം, എങ്കിലും ആ പേരിൽ എക്സ്മസ് എന്നേ പറയുന്നുള്ളൂ. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മതത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, സർവ്വജനങ്ങൾക്കുള്ള സദ്വാർത്ത എന്ന രീതിയിൽ ആർക്കും പ്രത്യേകിച്ച് ഫീൽ ചെയ്യാതെ എക്സ്മസ് ഒരു ജോളി മൂഡിലുള്ള ആഘോഷമായിട്ട് മാറ്റുക എന്നുള്ള രീതി എന്നുള്ളത്. ശരിയാ. അച്ഛനോടാകുമ്പോൾ നമുക്ക് എന്നാ വേണേലും ചോദിക്കാം. കാര്യം എന്നാണെന്നറിയാമോ, അച്ഛനോടാകുമ്പോൾ അച്ഛൻ നല്ല രസത്തിൽ നമുക്ക് പറഞ്ഞു തരുവേ. മറ്റേ ആണെങ്കിൽ ഒരു പേടിയാ. എന്നാന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ചില അച്ഛന്മാരൊക്കെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമുക്ക് സംശയം ചോദിക്കാൻ പോലും പേടിയാ. ശരിക്കും അച്ഛൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോഴത്തേനും ഒക്കെയല്ലേ ഒരു നർമ്മമൊക്കെ കലർത്തി അച്ഛൻ ഭയങ്കര എനർജി ആയിട്ടും പോസിറ്റീവായിട്ടും ഒക്കെയാണ് പ്രസംഗിക്കുന്നത്. അതായത് നേരം ഇല്ലാത്തവർ നേരം കണ്ടെത്തി അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ വരുന്നത്. ഇതെങ്ങനെയാ അച്ഛൻ ഈ ശൈലി വന്നേ? ഇങ്ങനെയുള്ള ഐറ്റം കാണുമ്പോൾ അറിയാതെ തന്നെ സന്തോഷം വരും എന്നത്. പിന്നെ ഞാൻ ഈ കുട്ടിക്കാലം മുതൽ കഥാപ്രസംഗം മിമിക്രിയിലൂടെ കഴിഞ്ഞ ആളായിരുന്നു. അപ്പം അച്ഛനായി കഴിഞ്ഞപ്പോഴും ആ കഥാപ്രസംഗത്തിലെ ഒരുപാട് സരസമായിട്ട് പറയുന്ന കാര്യങ്ങൾ അത് പിന്നീട് പ്രസംഗത്തിലൊരു ശൈലിയായിട്ടങ്ങ് മാറി. കഥാപ്രസംഗത്തിൽ ഓഡിയൻസിനെ ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് ഫലിതങ്ങൾ പറയും. പ്രസംഗത്തിലും ജനത്തിൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആഡ് ചെയ്ത് ഈ രീതിയിൽ ഇങ്ങനെ അങ്ങ് ആയതാണ്. ഓക്കെ. അപ്പോൾ അച്ഛൻ ആദ്യം പോലെ നമ്മൾ ഈ സെമിനാരിയിലൊക്കെ പഠിക്കുമ്പോൾ ഇന്ന പോലെ പ്രസംഗം പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറയാം. അപ്പം അച്ഛൻ ആദ്യമായിട്ട് ഇതിങ്ങനെ അവതരിപ്പിക്കുമ്പോഴേ മുതിർന്ന അച്ഛന്മാരൊക്കെ എന്തെങ്കിലും വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഒന്നുമില്ല, അവർക്കൊക്കെ സന്തോഷം. കാരണം ഓരോ കാലഘട്ടത്തിലെ ശൈലിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് പിന്നെ ജനറലി ഒരു വിറ്റ് നേച്ചർ ഇഷ്ടപ്പെടുന്ന ലോകമാണ് മൊത്തം. കാരണം അല്ലാതെ തന്നെ അവന് ആവശ്യത്തിന് ടെൻഷനുണ്ട്. അപ്പോൾ ഈ ജനം ഒത്തിരി സ്വീകാര്യത കാണിക്കുന്നുണ്ട്. കഴിഞ്ഞപ്പം പൊതുവിൽ ആദ്യമൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ പ്രസംഗത്തിന് ഗൗരവം പോവുകയല്ലേ ചിന്തിച്ചവരുണ്ട്. പക്ഷേ അതല്ല, ഇതിനാണ് കൂടുതൽ സ്വീകാര്യത എന്ന് കാലം തെളിയിക്കുന്നു. അതുകൊണ്ട് ഇപ്പം പ്രശ്നങ്ങൾ തുറന്നു പറയാലോ അച്ഛാ. ശരിക്കും പറഞ്ഞാൽ ചില പ്രസംഗമൊക്കെ കേൾക്കാൻ പോകുമ്പോൾ ഞാൻ തന്നെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ അല്ല, ഒട്ടുമിക്കവരും ഉറങ്ങുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അച്ഛൻ്റെ എന്ന് പറഞ്ഞാണല്ലോ പ്രസംഗം തീർന്നു കഴിഞ്ഞാൽ അയ്യോ തീർന്നു പോയല്ലോ എന്നുള്ളൊരു ദുഃഖമാണ് വരുന്നത്. ഒരച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ചപ്പം
ഒരാൾ പള്ളിയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി, വോക്കൗട്ട് നടത്തി. അച്ഛൻ പറഞ്ഞു, എന്നെ അവഗണിച്ച് ഇറങ്ങിപ്പോകുന്നതിന് ആരായാലും ഒരു കാലത്തും ഗതി പിടിക്കുക. അപ്പോൾ ഭാര്യ പറഞ്ഞു, അച്ഛ ഒരിക്കലും അങ്ങനെ പറഞ്ഞേക്കല്ലേ, എൻ്റെ ഭർത്താവിൻ്റെ അസുഖമുണ്ട്, അതുകൊണ്ട് ഇറങ്ങിപ്പോയതാണ്. എന്താ അസുഖം? ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുണ്ട്, അതുകൊണ്ട് ജന്മ പ്രശ്നം കേൾക്കുമ്പം ഉറങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. അച്ഛൻ എന്തായാലും നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുമാത്രമല്ല, എനിക്കാണെങ്കിൽ ഒത്തിരി സംശയമാണ്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ഫീസ്റ്റ് ആയിരുന്നു, അച്ഛന് ഒരുപാട് നമുക്ക് സൽക്കരിക്കാനുണ്ട്. ഇവിടെ വെക്കണം, നമുക്ക് എന്തായാലും നമ്മുടെ ഡൈനിങ് ടേബിളിൽ പോയി ഇരുന്ന് അച്ഛനോട് വർത്താനമൊക്കെ പറഞ്ഞ് നല്ല അച്ഛൻ ഈ നർമ്മമൊക്കെ കലർത്തി നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും, ഇല്ലേ അച്ഛൻ? പറ്റുന്ന പോലെ അതാ അച്ഛാ, നമുക്ക് അവിടെ ആയതുകൊണ്ട് അച്ഛന് എല്ലാം അച്ഛൻ്റെ ഇഷ്ടത്തിനുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇതൊക്കെ തന്നെയാണോ അച്ഛന് ഇഷ്ടമുള്ളതും? എല്ലാം ഇഷ്ടമുള്ള സാധനങ്ങളാണ് കേട്ടോ. ആണോ? അച്ഛന് എന്നൊക്കെ നാടൻ ഭക്ഷണമാണോ കഴിക്കുന്നത്, അതോ? സാധാരണ നാടൻ ഭക്ഷണമാണ്. പിന്നെ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പം അവരെല്ലാം ഉണ്ടാക്കി തന്നാലും അതങ്ങ് കഴിക്കും. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റങ്ങളാണ് ഇത് മുഴുവൻ. പിന്നെ എപ്പോഴും അച്ഛൻ പ്രസംഗിക്കുമ്പോഴുണ്ടല്ലോ, അച്ഛൻ എപ്പോഴും ഈ കുടുംബത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്, കുടുംബ ബന്ധങ്ങളെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ എപ്പോഴും അച്ഛൻ പ്രസംഗം പറയുന്നത്. ശരിക്കും ഞാൻ നോക്കിയപ്പോൾ അച്ഛ ഈ നമ്മുടെ ഈ ഇടയിലുണ്ടല്ലോ എപ്പോഴും ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, ഇപ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അങ്ങ് കുറഞ്ഞുകൊണ്ടിരിക്കുവാന്ന് തോന്നുന്നുണ്ട്. ശരിയാണോ അച്ഛാ ഞാൻ പറഞ്ഞേ? പ്രാർത്ഥനയ്ക്ക് പൊതുവിലെ ഒരു കുറവ് എല്ലാ മതങ്ങളിലും വന്നിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് സന്ധ്യാപ്രാർത്ഥന, പ്രത്യേകിച്ച് നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയങ്ങളാണ് പലപ്പോഴും സീരിയലുകൾ അത് മോഷ്ടിച്ചെടുക്കാറുണ്ട്. അപ്പം അത് ആകർഷകമായി അവതരിപ്പിക്കുമ്പം അത് ഇന്നലെ കണ്ടതിന് ബാക്കി വിടുന്ന കണ്ടേക്കാം എന്നിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഒരു രീതി പലരിലും വരുന്നുണ്ട്. പക്ഷെ ചിലർ അതിനോട് ബലം പ്രയോഗിച്ച് തന്നെ അതല്ല, പ്രാർത്ഥന കഴിഞ്ഞ് മതി സീരിയൽ എന്ന് പറയുന്നവരുമുണ്ട്. അത് ഒരു പരിധി വരെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയും കുടുംബത്തിൽ ഒന്നിച്ചുള്ള പ്രാർത്ഥനയൊക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തകർച്ചകളുമുണ്ട്. കാരണം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും എന്നാണ് പറയുക. ഭക്ഷണവും പ്രാർത്ഥനയും വ്യത്യസ്തങ്ങളായിട്ട് പോയി കഴിയുമ്പം ആ ഒരുമിച്ചുള്ള ഒരു ബന്ധത്തിൻ്റെ കണ്ണി അവിടെ പൊട്ടുന്നുണ്ട്. അത് പല കുടുംബങ്ങളിലും പ്രശ്നമായിട്ട് മാറുന്നുമുണ്ട്. പരമാവധി താമസിച്ച് വരിക, തട്ടുകട, ആ ഭക്ഷണം അത് അങ്ങനെ ടേസ്റ്റായി കഴിഞ്ഞാൽ അതൊരു കൂട്ടുകളിൽ അതിലേക്ക് പോയി കുടുംബത്തിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്നുണ്ടെങ്കിലും കമൻ്റായി ആ രീതിയിൽ ഇങ്ങനെ വരും. ഇപ്പം അപ്പനും മകളും കൂടെ യാത്ര പോയി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക. അപ്പോൾ എന്നും ഈ അപ്പൻ പ്രാർത്ഥിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, ഹോട്ടലിൽ നിന്ന് പ്രാർത്ഥിക്കാതെ കഴിച്ചു. അപ്പം കുട്ടി ചോദിച്ചു, ഇതന്നെ അപ്പം എന്നും പ്രാർത്ഥിച്ചിട്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത്, ഇവിടെ പ്രാർത്ഥിക്കാതെ എൻ്റെ മോനെ എന്നും പ്രാർത്ഥിക്കാൻ കാരണം നിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്, ഹോട്ടലിലെ ആകുമ്പം അത്രയും പേടിക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ആ ഒരു കൾച്ചറിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അച്ഛൻ എപ്പോഴും ഈ കുടുംബത്തെ മാത്രം വെച്ചാൽ ബേസ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ ഇവിടെ കുറേ ഡൈവേഴ്സ് ആവുന്നതുകൊണ്ടാണെന്നോ? ഫാമിലിക്ക് ഊന്നൽ കൊടുക്കാൻ കാരണം ഫാമിലി എല്ലാ മതങ്ങളുടെയും എല്ലാവരുടെയും വിഷയമാണ്. അപ്പം അത് എവിടെ പറഞ്ഞാലും ശ്രദ്ധിക്കും, അപ്പനമ്മമാരെയൊക്കെ ശ്രദ്ധിക്കും, ദമ്പതികൾ ശ്രദ്ധിക്കും, മക്കൾ ശ്രദ്ധിക്കും. ശരിക്കും അച്ഛൻ ഓരോ കാര്യം പറയുന്നതിലും അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട് അച്ഛൻ. അതുകൊണ്ട് കാരണം നമ്മൾ ഈ മനുഷ്യനിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളാണല്ലോ, നമ്മൾ ആരും കാണാത്ത ലോകത്തെക്കുറിച്ചല്ല പറയുന്നത്, മുഴുവൻ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ചാണ്, സത്യത്തെക്കുറിച്ചാണ്. അപ്പം അതുകൊണ്ട് അത് ഒത്തിരി ആൾക്കാരിലേക്ക് അത് സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട്. ശരിയാ. അച്ഛൻ ഇപ്പൊ പറഞ്ഞ കൂട്ടെ ഭാര്യ ഭർത്താവ് ബന്ധമായാലും അച്ഛൻ അമ്മ ബന്ധമായാലും ഇപ്പൊ അമ്മമാരെ പോലെ ഒരു പ്രാരാബ്ദം പോലെ കൊണ്ട് കളയുന്ന ഒരു കാലമായി ഇപ്പൊ ഇത്. അപ്പൊ അതോടൊക്കെ ഉള്ള ഒരു അച്ഛൻ്റെ കാഴ്ചപ്പാട് എന്നാ പറയുന്നത്? പണ്ട് നമുക്ക് നമ്മുടെ എല്ലാ സമൂഹങ്ങളിലും മാതാപിതാക്കളെ ഒരു ഭാഗ്യമായി കണ്ടു. അതെ. കാലം മാറിയപ്പോൾ ഭാഗ്യം ഭാരമായിട്ട് മാറി. ഇന്നെല്ലാവർക്കും പ്രായം ചെന്നൊരു ഭാരമാണ്. 5 പഠിക്കുന്ന കുട്ടി ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നു, ചൂലും കത്തിയെടുത്ത് അപ്പൻ്റെ അമ്മയെ ഓടിക്കുക. പ്രായമുള്ള അമ്മ തള്ളം മടുത്തു. അപ്പം ചോദിച്ചു, എന്നാടാ നീ എൻ്റെ അമ്മയെ ഓടിക്കുന്നതെന്ന് ചോദിച്ചു. ടീച്ചർ പറഞ്ഞു വിട്ടിട്ടാണ്. ടീച്ചറെന്നാ പറഞ്ഞു? ടീച്ചർ പറഞ്ഞു വീട്ടിൽ ചെന്ന് നാളെ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് പഴയതെല്ലാം ഒന്ന് ഓടിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് അമ്മയപ്പനെയും പഴയതായിട്ട് കാണുന്ന ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുക. ശരിക്കും അച്ഛാ ഈ കുടുംബത്തിലൊക്കെ ഒരുപാട് ഇപ്പം എന്നാ പറയുന്നത് ഡൈവേഴ്സ് ഒരുപാട് കൂടുതലാണ്. ശരിക്കും അച്ഛാ അതിനൊന്ന് നമുക്കൊന്ന് പരിഹരിക്കാനോ അല്ലെങ്കിൽ ആ കുടുംബ ബന്ധങ്ങൾക്കുള്ള ഒരു വാല്യൂ മനസ്സിലാക്കി കൊടുക്കാനോ നമുക്കൊക്കെ അല്ലേ, അല്ലെങ്കിൽ അച്ഛനൊരു പ്രസംഗത്തിൽ കൂടി അല്ലെങ്കിൽ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ, അതിനൊരു തിരിച്ചറിവ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെയല്ലേ? അതിൻ്റെ ഈ പ്രശ്നം വരുന്നത് ഈ
കല്യാണത്തിന് മുമ്പ് എല്ലാം രസമാണ് ജീവിതത്തിൽ, അല്ലേ? നമുക്ക് ദൂരെ നിന്നും മല കണ്ടാൽ നമുക്ക് തോന്നും മലയുടെ മുകളിൽ കയറി സൈക്കിളിൽ ഇരിക്കുന്ന പോലെ അപ്പുറത്തും ഇപ്പുറത്തും കാലിട്ടിരിക്കാം. പക്ഷെ മല കയറുമ്പോഴാണ് അത്ര എളുപ്പമല്ല കാര്യം, അല്ലേ? അത് നമുക്കെല്ലാം അങ്ങനെ. അതുകൊണ്ടാണ് അടുപ്പക്കുറവ്. ഭർത്താവിനോട് ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു, ഭാര്യ എങ്ങനെയാണ് ഭർത്താവിനോട്? ഭർത്താവ് പറഞ്ഞു, ഭാര്യ സൂര്യനാണ്. എന്താ? സൂര്യൻ ഉള്ളത് കൊണ്ടാണ് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്നത്, സൂര്യൻ ഉള്ളത് കൊണ്ടാണ് ചൂട്. അപ്പോൾ സൂര്യൻ നമ്മളെ ഭക്ഷണം പാചകം ചെയ്യാൻ സഹായിക്കുന്നു, സൂര്യൻ നമ്മളെ ചൂടാക്കുന്നു പകൽ. ഭാര്യ അങ്ങനെ ഭക്ഷണം പാചകം ചെയ്യുന്നു, എപ്പോഴും ചൂടായിട്ടിരിക്കുന്നു. അതേ ഉള്ളൂ പ്രത്യേകം. ഭാര്യയോട് ചോദിച്ചു, കെട്ടിയവൻ എങ്ങനെ? അയ്യോ, കെട്ടിയവൻ ചന്ദ്രനെ പോലെ. എന്നാ ചന്ദ്രനെ? ചന്ദ്രൻ ഒരു ദിവസം പ്ലേറ്റിൻ്റെ ഷേപ്പ്, ഒരു ദിവസം അരിവാട് ഷേപ്പ്. ഏതെല്ലാം ഷേപ്പിലാണ് ചന്ദ്രൻ്റെ വരവ്. ഇതുപോലെ കെട്ടിയവനും തന്നെയല്ല, ചന്ദ്രനെ പകല് കാണാനില്ല, രാത്രി ഇളിച്ചോണ്ട് കയറി വരും. ആ ടൈപ്പാണെന്ന്. അപ്പം ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. കല്യാണത്തിന് മുമ്പ് നല്ല ഇളിയൊക്കെ ഉണ്ട്, പിന്നെ പകല് കാണാനില്ല, രാത്രി വരെ ആവശ്യം ഇളിച്ചോണ്ട് കയറി വരും. ഇതാണ് പ്രശ്നം. അങ്ങനെ ഒരു സാവധാനം കുടുംബബന്ധം തകരാൻ തുടങ്ങും. ഒരു പെണ്ണോട് ചോദിച്ചെടി, നിനക്ക് ആരെ കെട്ടാനാണ് ഇഷ്ടം? ഡോക്ടർ വേണോ? വേണ്ട വേണ്ട. അയാൾ ചുമ്മാ സന്ധ്യ തളർന്നു വന്ന് കിടക്കും. വേണ്ട. എഞ്ചിനീയറോ? അയാളും അടുത്ത് വരും. ബാങ്ക് മാനേജറോ? വെയിറ്റ് എന്നും പറഞ്ഞ് മാറ്റി നിർത്തും. പിന്നെ ആരെ കെട്ടാനും ഇഷ്ടം? കണ്ടക്ടറെ. അതിനാ അവനാണ് എപ്പോഴും അടുത്ത് വാ, ഇങ്ങോട്ട് വാ. അതുകൊണ്ട് കണ്ടക്ടറെ കെട്ടാനാണ് ഇഷ്ടം. അപ്പോൾ കുടുംബത്തിൽ ഇതില്ലാത്തൊരവസ്ഥയുണ്ട്. അവിടെയാണ് ഈ അടുപ്പമില്ലായ്മ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ അടുത്ത് വരിക. അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഡൈവേഴ്സിലൊന്നുമില്ല, സ്നേഹമായിട്ട് കുടുംബത്തിൽ നമുക്ക് മുമ്പോട്ട് പോകും. ഇപ്പം നമ്മളിപ്പം ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോഴും നമ്മുടെ തെറ്റ് മനസ്സിലാക്കുമ്പോഴൊക്കെ അല്ലേ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കണേന്ന് പറയുന്നതും ഒക്കെ. ഇപ്പം ശരിക്കും വിശ്വാസികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് എനിക്ക് തോന്നുന്നു പാപങ്ങളുടെ എണ്ണവും കൂടുവാന്ന് തോന്നുന്നു. നേരാന്ന് വെച്ചോ? പണ്ട് കാലം ഇന്നുമായിട്ട് വ്യത്യാസമുണ്ട്. പണ്ട് എന്ത് തെമ്മാടിത്തരം നടന്നാലും ആരും അറിയില്ലായിരുന്നു. തിന്മ അതുപോലുണ്ട്, പക്ഷേ പരസ്യം കുറവായിരുന്നു. ഇന്ന് അമേരിക്കയെ ശ്വാസം വിട്ടാൽ തിരുവനന്തപുരത്ത് അതിൻ്റെ അലേഡി ഉണ്ടാവും. അതുകൊണ്ട് സമൂഹം മൊത്തം അറിയുന്നു എന്നുള്ളതേ ഉള്ളൂ. വർദ്ധിച്ചെന്ന് പറയാൻ പറ്റുകയില്ല. ഓരോ കാലത്തിന് ആനുപാതികമായ പാപങ്ങളുമുണ്ട്. പിന്നെ ഈ ധ്യാനം കൂടാൻ പോകുന്നു, അല്ലെ ശബരിമലയ്ക്ക് പോകുന്നു, മെക്കയ്ക്ക് പോകുന്നു, ഒരു വലിയ ധ്യാനമത്തിൽ ധ്യാനിക്കാൻ പോകുന്നു. അതും ജീവിതവും ഇന്ന് പലർക്കും റെയിൽപാളം പോലെയാണ്. നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ശ്രീനിവാസൻ കാണിക്കുന്ന ഭാവമുണ്ട്. അതായത് ഒരു ഭാഗത്തൂടെ ഭക്തി പോകുമ്പോൾ മറുവശത്തൂടെ ലോകം പോകുന്നു പാരലായിട്ട്. ഇതുപോലെ നമുക്കും പറ്റും. ചിലർ ധ്യാനിക്കാൻ പോകും, ശബരിമലയ്ക്ക് പോകും, മെക്കയ്ക്ക് പോകും, നിസ്കരിക്കും, ഭജനവിരിക്കും, കൊന്ത ചെല്ലും, എല്ലാം അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ അത് ജീവിതമായിട്ട് ബന്ധമൊന്നുമില്ല. എൻ്റെ ജീവിതത്തിലെ പല ജോലികളിൽ ഒരു ജോലിയായിട്ടത് മാറുന്നു. എൻ്റെ ജീവിതമായിട്ട് മാറുകയില്ല. കാരണവന്മാർക്ക് പ്രാർത്ഥന ജീവിതമായിരുന്നു. നമുക്കിന്ന് ജീവിതമല്ല. എൻ്റെ 24 മണിക്കൂർ പല പ്രൊഫഷൻ, അതിനിടയിൽ 1 മണിക്കൂർ അല്ല 1/2 മണിക്കൂർ ദൈവത്തിൻ്റെ കാര്യത്തിന്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ തിന്മ വരികാനുള്ള ഒരു കാരണം വരുന്നത്. ദൈവം നന്മതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ മനുഷ്യൻ അവൻ്റെ തോന്നൽ അവിടെ ദൈവത്തോട് വരുമ്പോൾ ദൈവത്തോട് അതല്ലേ പകൽ വീട് എൻ്റെ ദൈവമേ എന്നെ നീ പാപ്പരാക്കണേ ദരിദ്രനാക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എനിക്ക് BPL കാർഡ് കിട്ടണം. ഞാൻ തന്നെ 8 മണിക്ക് എന്നെ സമ്പന്നനാക്കണേ പഞ്ഞം തരുന്നത്. ഇതാണ് മനുഷ്യൻ്റെ ഡൈക്കോട്ടമി എന്ന് പറയുക. അതാണ് ലോകത്തിൻ്റെ പ്രശ്നം. അച്ഛൻ പിന്നെ ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരുമ്പോഴത്തേനുണ്ടല്ലോ പൊതുവേ ഉള്ളൊരു ഇതാണ്, നാളെ മുതൽ ഞാൻ നന്നായേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പ്രതിജ്ഞ എടുക്കും. എന്നുവെച്ചാൽ പിന്നെയും ഈ പറഞ്ഞ കൂട്ട് തന്നെയും പിന്നെയും ഒരുപോലെ തന്നെയാണ്. ഇത് വല്ല സത്യമുണ്ടോ അച്ഛൻ ഈ പറയുന്ന കൂട്ട്? അത് പുറകോട്ട് പോവാണോ? പാലിക്കാൻ പറ്റാത്തതല്ലേ എന്നെ ഈ പ്രതിജ്ഞ എടുക്കുന്നത് അല്ലേ? ഇന്ന് ഇരുന്നുകൊണ്ട് ജനുവരി 26 പ്ലാൻ ചെയ്തുകൊണ്ട് സമയം കളയല്ലേ. പദ്ധതി കിട്ടും, പക്ഷെ ഇന്ന് ഞാൻ ജീവിക്കണം. ആ പ്ലാനിങ്ങിനായിട്ട് സമയം കളയല്ലേ. ഇന്ന് നന്നായിട്ട് പ്ലാൻ ചെയ്താൽ എനിക്ക് നാളെ ഒരു നല്ല നന്മയുണ്ട്. നാളെ എനിക്ക് നന്മ നിറഞ്ഞ ഇന്നലകളുണ്ടാവും ഇന്ന് ജീവിച്ചാൽ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നതൊക്കെ ഒരു ഈ ടേപ്പ് റെക്കോർഡർ പോലെയാണ്. അപ്പം വാർദ്ധക്യത്തിലോ ക്ഷീണത്തിലോ നമ്മൾ കട്ടിലേക്ക് കിടക്കുമ്പം ഈ ടേപ്പ് റെക്കോർഡ് ചെയ്ത് നോക്കി നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പം എന്തെല്ലാം നന്നായിട്ട് റെക്കോർഡ് ചെയ്തോ അതെല്ലാം തളർന്ന് കിടക്കുമ്പോൾ നമുക്ക് കേൾക്കാം. ഒന്നുമില്ല, കുറച്ച് അരച്ചിലും പൊട്ടലും ചീറ്റലും മാത്രമേ കേൾക്കുള്ളൂ. നമ്മളൊരു 80-ആം വയസ്സിൽ കിടക്കുമ്പം കഴിഞ്ഞ 8 പതിറ്റാണ്ടെന്ന് പറയുന്ന കാലമാണ്. അത് ടേപ്പ് റെക്കോർഡ് പോലെ ഇങ്ങനെ ഓർമ്മ തെളിഞ്ഞു വരും. അന്ന് ഞാൻ പാവങ്ങൾ ചെയ്ത ഉപകാരം, ഭാര്യയ്ക്ക് കൊടുത്ത കരുതൽ, ഭർത്താവിന് കൊടുത്ത ബഹുമാനം, കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ശ്രദ്ധ, ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതെൻ്റെ ബ്യൂട്ടിഫുൾ സ്റ്റഡീസായിട്ട് മാറും, ഇന്നലെയായിട്ട് മാറും. ഇല്ലെങ്കിൽ നിരർത്ഥകമായ ജീവിതങ്ങളുടെ അവസാനം ഞാൻ അങ്ങ് കിടക്കും. വലിയ കാര്യമൊന്നും ചെയ്യേണ്ട, കൊച്ചു കൊച്ചു തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കടന്നു പോകണം. അച്ഛൻ ഒരുപാട് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അച്ഛൻ. അപ്പോൾ ഈ മറുനാടൻ മലയാളികളെ കുറിച്ചും അവിടെ ചെല്ലുമ്പോഴും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും അവരുടെ ചിട്ടവട്ടങ്ങളെക്കുറിച്ചും ഒക്കെ അച്ഛൻ എന്നാ തോന്നിയേക്കുന്നത്? ഈ മറുനാട്ടിലും നമ്മുടെ ഇവിടുത്തെ ജീവിതം അതുപോലെ ജീവിക്കുന്ന ആയിരങ്ങളുണ്ട്. ചിലർ അവിടെ ചെന്ന് ഇവിടുത്തെ എല്ലാം മറന്നിട്ട് അവിടുത്തെ ആൾക്കാരെ പോലെ അഭിനയിക്കുന്നവരുമുണ്ട്. ഇംഗ്ലീഷ് പോലും നമ്മൾക്കൊരു ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ ഒരു ആൻറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ നാട്ടിൽ വളരെ ദരിദ്രരായിട്ട് ജീവിച്ച ആളാണ്. പക്ഷെ ഇപ്പം മക്കളൊക്കെ പഠിച്ച് നേഴ്സിംഗ് പാസ്സായി, സാമ്പത്തിക പദ്ധതിയുണ്ട്. അപ്പം പഴയ ബുദ്ധിമുട്ടൊക്കെ എന്നെ ഒന്ന് മറയ്ക്കണം, അല്പം സമ്പത്ത് എന്ന് കാണിക്കണം. അപ്പം പറഞ്ഞു, ഫാദർ ദൈവകൃപയാ ഞങ്ങളിപ്പോൾ ഗ്രാജുവലി റിച്ച് ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ പഴയകാല അതെല്ലാം അങ്ങ് പോയി. ഇപ്പോൾ എൻ്റെ ഭർത്താവിന് നല്ല പേ ഉണ്ട്, എനിക്കും നല്ല പേ ഉണ്ട്, മക്കൾക്കൂടെ പേ പോയേക്കാമെന്നും കണ്ടിരിക്കുകയാണ്. എന്നാൽ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലെ എന്നോട് ഈ പേ പറയേണ്ട കാര്യം പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള ചില മറുനാടൻ മലയാളികൾ ആ ടൈപ്പും, ചിലർ ഒന്നുമില്ല, ഇതേ സിംപ്ലിസിറ്റി അതുപോലെ അവിടെ അങ്ങ് തിരിച്ചു പോകുന്നവരുണ്ട്. അച്ഛോ, ഇപ്പോൾ എന്താ പറയുക, ഈ ചിരിക്കുന്ന കാര്യത്തിലെ ഈ പെണ്ണുങ്ങളാണോ ആണുങ്ങളാണോ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്? അതെ, ചിരിയുടെ കാര്യത്തിൽ പെണ്ണുങ്ങളാ കൂടുതൽ. കാരണം ചെറിയൊരു തമാശ പറഞ്ഞാൽ സ്ത്രീ കൂടുതൽ ചിരിക്കും, ആണിന് അത്രയും ചിരിക്കാം, പക്ഷേ അല്പം കൂടെ വേറെ ഇച്ചിരി കളറും ടേസ്റ്റും ഉള്ളത് കേട്ടാലേ അവർക്ക് ചിരി വരത്തുള്ളൂ. അതിപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിൻ്റെ ഭാരം കൊണ്ടായിരിക്കും. കാരണം ചിരിച്ചു തരാൻ ആഗ്രഹമുണ്ട് എല്ലാവർക്കും, ഇല്ലേ? കരഞ്ഞു തീർക്കാൻ കൊണ്ടല്ലേ. കോഴിപ്പൂവൻ വെളുപ്പിനെ 4-5 ആകുമ്പോൾ കൂവും. എന്നാ കൂവിച്ച എന്തിനാ കൂവുന്നത്? ആരോടും പറയാൻ പറ്റിയല്ല. രാത്രിയിൽ പിഴക്കോടിലൂടെ ഉണ്ടായ ദുരന്തം മുഴുവൻ രാവിലെ കൂകി തീർക്കുകയാണ്. എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കണ്ടേ? അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഭാഗമായിട്ട് ഇങ്ങനെ മാറാറുണ്ട്. സീരിയൽ ഇപ്പൊ ഇത്രയും കൂടുതലല്ലേ, അപ്പൊ അതിനകത്തൊരു കരച്ചിലോ പിടിച്ചിലോ എന്നേലും വന്നാൽ ഉടനെ സ്ത്രീകളുടെ മണ്ടയ്ക്കാ വെക്കുന്നത്. അത് നോക്കിക്കൊണ്ട് നീ കരയാനിരിക്കുമോ മറ്റാൻ പറ്റത്. അപ്പൊ പിന്നെ പെണ്ണുങ്ങളെ മാത്രം കരച്ചിൽ നിറഞ്ഞ സ്ത്രീക്ക് മാത്രം അവകാശപ്പെട്ടതാ. അതെന്നാ സത്യം പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും കരയും, പക്ഷെ ആണിന് ഇച്ചിരി മനക്കെട്ടി കൂടുതലുണ്ട്. അത് സാധാരണ നമ്മളിപ്പോൾ ചിരിക്കണേലും അവനൊന്ന് മസിൽ പിടിച്ചേ ചിരിക്കുള്ളൂ. കരയണേലും ചുറ്റുമൊക്കെ ഒന്ന് നോക്കി കണ്ണു തുടച്ചാലും ഒരു ശവോട് കമ്മയുടെ അപ്പനെ നടക്കുന്നു. മകനേക്കാൾ കരയുന്നത് മകളാണ്. അത് അവരുടെ ഹൃദയം അങ്ങനെ അരിവുള്ളതാണ്. കാരണം ആണുങ്ങളെ നയിക്കുന്നത് ഇൻ്റലക്റ്റാണ്, പെണ്ണുങ്ങളെ നയിക്കുന്നത് ഇൻറ്റുവേഷനാണ്. അപ്പം അതുകൊണ്ടാണ് ആണ് കാണാത്ത പലതും പെണ്ണ് കാണും. എത്ര മിടുക്കം ഭർത്താവാണെങ്കിലും അവന് കാണാത്ത ചില കാര്യം ഒരു കാര്യത്തിൽ മറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് ഇൻറ്റുവേഷനാണ്. അതുകൊണ്ടാണ് ഒരു പുരുഷൻ്റെ വിജയത്തിൽ ഒരു സ്ത്രീയുടെ കരം ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അച്ഛൻ ഒരുപാട് ഇങ്ങനെ പ്രസംഗത്തിലൊക്കെയാണ് കുടുംബത്തെ ബേസ് ചെയ്താ എല്ലാം പറയുന്നത്. അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിലും അച്ഛനോട് ഓടി വന്നേച്ചാൽ അച്ഛന് ഇത് കേട്ടതിന് ശേഷം നാളെ മുതൽ ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് എനിക്ക് ഒരുപാട് തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റി, അതുകൊണ്ട് ഇനി ഞാൻ തിരുത്താൻ ശ്രമിക്കുക, അങ്ങനെ എന്നതേലും പറഞ്ഞിട്ട് അച്ഛനടുത്ത് സമീപിക്കുകയോ അല്ലെങ്കിൽ അച്ഛനായിട്ട് ഒരു കൗൺസിലിങ്ങിന് പോവുക, അങ്ങനെ എന്നതേലും അനുഭവത്തിൽ വന്നിട്ടുണ്ടോ? ചിലരെ ഇങ്ങനെ മീഡിയയിലെ പ്രസംഗം കേട്ടിട്ടും നേരിട്ടുള്ള പ്രസംഗം കേട്ടതിനൊക്കെ ശേഷം കൗൺസിലിങ്ങിന് വരാറുണ്ട്. ഫാമിലി കൗൺസിലിങ്ങിന് ചിലപ്പം മക്കളെ കൊണ്ട് വരും, ചിലപ്പം ഭർത്താവും ഭാര്യ ഒരുമിച്ച് വരും, ചിലപ്പം കുടുംബത്തോടെയൊക്കെ ആയിട്ട് വരും. വന്നിട്ട് അവർക്കുള്ള പല പ്രശ്നം അവർ പറയും, ഞങ്ങൾക്ക് ആരോട് ഇങ്ങനെ പറയണമെന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛനോട് പറയാൻ ഒരു സ്വാതന്ത്ര്യം തോന്നി കേട്ടപ്പം. അതുകൊണ്ടാണെന്നും പറഞ്ഞ് ഇങ്ങനെ വരുന്നവരുമുണ്ട്, അങ്ങനെ രമിതപ്പെടുന്നവരുമുണ്ട്. ഞാനിങ്ങനെ എൻ്റെ ആശ്രമത്തിന് 2ാം നിലയിലിരിക്കുക, മോട്ടോർ സൈക്കിൾ ബുള്ളറ്റേൽ കെട്ടിയവനിങ്ങനെ ഓടിച്ചുകൊണ്ട് വരുന്നു, ഭാര്യേൻ്റെ അവർക്ക് ചുറ്റും വട്ടം കെട്ടിപ്പിടിച്ചിരിക്കുക. ആ ഇരിപ്പെന്ന് പറഞ്ഞാൽ നിസ്സാര ഇരിപ്പല്ല, ഏതോ പാറ്റ തേങ്ങാമുറിയെ പറ്റിയിരിക്കുന്ന പോലെ ഇവിടെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കും. അപ്പോൾ എൻ്റെ മുറിയുടെ വാസക്കൊന്ന് കോളിമേലടിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ? ഓ അച്ഛനെ കാണാൻ വന്നതാണ്. ഞാൻ ചോദിച്ചു, എന്നാ? ഓ അച്ഛൻ എന്നാ വിശേഷം? ഞാൻ പറഞ്ഞു, കത്തോലിക്ക അച്ഛന്മാർക്ക് എന്നാ വിശേഷം, ദമ്പതിമാർക്കല്ലേ വിശേഷം, നിങ്ങൾക്ക് എന്നാണ്ട് വിശേഷം? ഒന്നുമില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ നല്ല രമ്യതയാ, ഇണക്കമെന്നൊക്കെ അച്ഛന് മനസ്സിലായി. അതെങ്ങനെയാണെന്ന് ചോദിച്ചു. അല്ല അടി അത്രയും അടുപ്പമില്ല, ഇതുപോലെ മുറുക്കി കെട്ടിപ്പിടിച്ച് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അവിടെ ഒരു അച്ഛാ, അത് സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇത് ഞാൻ എനിക്കല്ലേ അറിയത്തുള്ളൂ. വണ്ടി കയറ്റം കയറി പോകുമ്പോൾ ഞാനെങ്ങാനും അകന്നിരുന്നാൽ ഇയാളെന്നെ കുലുക്കി താഴെ ഇടും, വീഴുകയാണ്, ഇയാളെയും കൊണ്ടേ വീഴത്തുള്ളൂ, അതിനുവേണ്ടി പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള കേസുകളും വരാറുണ്ട്. അച്ഛൻ്റെ വീട് എവിടെയാ?
വീട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയടുത്ത് വലിയ കോവാള അവിടെയാണ്. പിന്നെ സ്ഥിരം ഇരിക്കുന്നത് കോട്ടയത്ത് ഞങ്ങളുടെ കപ്പുച്ചൻ സഭയുടെ ഹെഡ് ഓഫീസുണ്ട്, ചവിട്ടുവരി, അവിടെ താമസിക്കും. അതെങ്ങനെ അച്ഛാ, നമ്മൾ കുഞ്ഞുനാളിൽ അച്ഛനെ എങ്ങനെ അച്ഛനാക്കണം എന്നായിരുന്നു? അത് അച്ഛന് ഇഷ്ടമുള്ളതുകൊണ്ടാണോ, അപ്പനമ്മയുടെ നേർച്ചയാണെന്നോ, അങ്ങനെ വല്ലതാണോ അച്ഛനായത്? അതുകൊണ്ടല്ലോ ആൾക്കാർക്ക് ഒരു ധാരണ ഈ നേർച്ച തന്നെ അച്ഛനായാൽ ഇങ്ങനെ വിടുമെന്നുള്ളത്. പണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഒരു മോനെ ഇപ്പം നേർച്ച വല്ലതും ആരെയും നോക്കുമോ? ഇപ്പം പറയാം, മോനെ നിന്നെ അച്ഛനാക്കാൻ വിടാൻ നേർന്നു, അവൻ പറയും എൻ്റെ കൊച്ചിനെ വിടാമെന്ന് ഞാനും നേർന്നിട്ടുണ്ടെന്ന് പറയും. ഇപ്പം അങ്ങനത്തുള്ള ഒന്നും ഇപ്പം ഇല്ല. ഓരോരുത്തരുടെ ഇതൊന്നും. ഞാൻ കോളേജ് വിദ്യാഭ്യാസവും കഴിഞ്ഞ് ഒരു രാഷ്ട്രീയ ജീവിതം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരുപാട് ലോകത്തിൻ്റെ അടികളുകൾ പഠിച്ചതിന് ശേഷം ചേർന്നത്. എന്തായാലും അച്ഛനെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ. അച്ഛന് ഞാൻ എൻ്റെ രീതിയിൽ ചെയ്തേക്കുന്ന ഒരു ക്രിസ്മസ് ഫീസ്റ്റ് ഞാൻ അച്ഛന് വിളമ്പിക്കോട്ടെ? ഓക്കെ, എല്ലാം കൂടെ തരരുത്. ഇല്ല അച്ഛൻ പേടിക്കണ്ട. ആദ്യം വെച്ചാൽ അച്ഛൻ കേക്കും വൈനും കഴിക്കണ്ടേന്ന് പറയും. ആദ്യം അത് തരട്ടെ. ഏതായാലും അനിയുണ്ടാക്കിയ വൈനില് അല്പം മതി കേട്ടോ. ഇച്ചിരി തരത്തുള്ളൂ. അച്ഛൻ ഇത്രയും കഴിക്കാനുള്ളതല്ലേ, അന്നേരം അത് കഴിച്ചു കഴിഞ്ഞാലില്ല. ഈയിടെ മനസ്സിൽ കള്ളു കുടിക്കുന്നത് വളരെ നല്ലതാണ്. അച്ഛൻ ഇത് കള്ളല്ല, അല്ല പറയാ, അല്ല ഇത് നല്ല ലഹരിയുള്ള കള്ളു കുടിക്കുന്നത് നല്ലതാണ് വൈന്. കാരണം കള്ളു കുടിച്ചാൽ കാഴ്ചശക്തി വർദ്ധിക്കുമെന്ന് ഇവിടെ പത്രത്തിലുണ്ടായിരുന്നു. കാരണം കുടിയന്മാരെല്ലാം ഡബിളായിട്ടാണ് കാണുന്നത്. അതാ ക്യൂ കൂടുന്നല്ലേ അച്ഛോ? ഈയിടെ ഒരു കാർട്ടൂണിൽ വായിച്ച പോലെ ഈ മോൻ 10ലെ പരീക്ഷയ്ക്കും പോയി, അപ്പൻ ബിവറേജിൻ്റെ കടയിൽ സാധനം മേടിക്കാനും പോയി. ഭാര്യ ഒരു വാക്ക് പറഞ്ഞു, അപ്പനും ഇഷ്ടമായി, പരീക്ഷയുമായി മോനും ഇഷ്ടമായി. എന്തായിരുന്നു ആ വാക്കെന്ന് ചോദിച്ചേ? രണ്ടുപേരും ഫുള്ള് മേടിച്ചോണ്ട് വരണം കേട്ടോന്ന്. ഇത് ഹാപ്പേ ഉള്ളൂ, എന്നാലും ഓക്കെ. അച്ഛൻ്റെ അമ്മ ഇങ്ങനത്തെ നാടൻ ഭക്ഷണമൊക്കെയാണോ ഉണ്ടാക്കുന്നത്? അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെയായിരുന്നു അമ്മ ഉണ്ടാക്കിയത്? അമ്മ ഉണ്ടാക്കുന്നതിന് ഏറ്റവും ഇഷ്ടം ചക്ക കുഴച്ച് വേവിച്ചതും ഒരു ചമ്മന്തി. മാങ്ങാ ചമ്മന്തി? തേങ്ങ അരച്ച് ചക്കയ്ക്ക് വേണ്ടി ഒരു ചമ്മന്തി ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഈ ചക്കയുടെ ഈ ചട്ടിയും മൂട്ടുന്ന പാവമുണ്ട്, കരിഞ്ഞത്, ഒരു കങ്ങം പിടിച്ച ചവ, അത് പഠിച്ചൊരു കഴിവുണ്ട്. ഇന്നും ചട്ടിയുടെ അടി പിടിച്ചതൊക്കെ കഴിക്കാൻ ഇന്നും താല്പര്യമാണ്. അയ്യോ, ഇവിടെ ഞങ്ങൾ ചട്ടിയെല്ലാം കഴുകി കഴിഞ്ഞാൽ അതുകൊണ്ട് അതുപോലെ ഇഷ്ടമുള്ള പലതുണ്ട്. ഈ അമ്മച്ചിമാരുടെ കവണിയുടെ കസവ് പോലെ അപ്പത്തിൻ്റെ അരിക്, ഇങ്ങനെ ചില ഐറ്റങ്ങൾ നമ്മുടെ ബലഹീനതയാണ്. ശരിയാ അച്ഛാ. എന്തായാലും അച്ഛാ ഞങ്ങളുടെ അടുക്കളയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. അതായത് നമ്മുടെ ഇന്ന് എങ്ങനെ ജീവിക്കാം എന്നുള്ള ഒരു വലിയ മെസ്സേജ് തന്നെ അച്ഛൻ തന്നെ. അത് അച്ഛാ പിന്നെ മാത്രമല്ല ക്രിസ്മസിന് ഒരുപാട് ഇവിടെ വന്ന് അച്ഛൻ ഇത്രയും ഞങ്ങളോട് വർത്തമാനം പറഞ്ഞ് ഒരു നല്ലൊരു ഫീസ്റ്റ് ആക്കി തന്നു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ അച്ഛന് പ്രത്യേക ദിവസമായതുകൊണ്ട് അച്ഛന് നമ്മുടെ പ്രേക്ഷകരോട് എന്നാ പറയാനുള്ളത്? നല്ല ഭക്ഷണം ഒരുക്കി വീട് ഇതുകൂടി രുചികരമായ ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന ഒരു വീട്ടമ്മയാവുക. വടനോക്ക് യന്ത്രത്തിൻ്റെ സൂചി വടക്കോട്ടെന്ന പോലെ കെട്ടിയവൻ എവിടെ പോയാലും ഈ ഭക്ഷണത്തിലേക്ക് വരും, മക്കളും ഈ ഭക്ഷണത്തിലേക്ക് വരും. നല്ല ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുക, വൃത്തിയായിട്ട് വീട് സൂക്ഷിക്കുക. അങ്ങനെ ഹൃദയവും വീടും ഒരു പുൽക്കൂടാക്കി മാറ്റുക. പ്രാർത്ഥിക്കുന്ന, വൃത്തിയുള്ള, നല്ല ഭക്ഷണം പാചകം ചെയ്ത് ഒരുക്കിയിരിക്കുന്ന ഒരമ്മയാവുക. അപ്പന്മാർ സമയത്ത് വീട്ടിൽ വരിക, മക്കൾക്കും ഭാര്യയ്ക്കും സ്നേഹം കൊടുക്കുക. കരുതലുള്ള ഭർത്താവായി ഒരു കുടുംബത്തിൽ ഒരപ്പൻ്റെ നില സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പ് കൊടുക്കുന്ന ഒരു ഭർത്താവായിട്ട് ജീവിക്കുക. മക്കൾ പരമാവധി മാതാപിതാക്കളോട് വിധേയത്വമുള്ളവരായും അനുസരണമുള്ളവരായിട്ടും ജീവിക്കുക. അങ്ങനെ ജീവിച്ച് ജീവിതത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ നമുക്കും കേൾക്കാം സദ്വാർത്ത, നിങ്ങൾക്കായി രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ആനിയുടെ ഈ ഭക്ഷണത്തിന് 100ൽ 100 മാർക്കും.